അതെ അമ്പുബായ്, കൈഫാൽ സൗഖ്യമാ? ഇങ്ങോട്ട് കേറി വാടാ, അറാം പറഞ്ഞ ബറാമി മോനെ. നല്ല റമ്മും പിന്നെ കുഞ്ഞം മത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്, പുളിയിട്ട് പറ്റിക്കാൻ. പോടാ, ഇന്ന് എനിക്കിതൊന്നും പോരാ ആഘോഷിക്കാൻ. ഇന്നത്തെ ദിവസം എന്താണാവോ ബിടേക്കോയ ഒരു പ്രത്യേകത? അതൊക്കെ ഉണ്ടടാ. ആ വന്നവൻ നിന്നോട് ജയിക്കാൻ അവിടെ ഒരു കളം വരച്ചു എന്നറിഞ്ഞപ്പോ തൊട്ട് ഉള്ളുരുകി വിളിച്ചു ഞാൻ പലവട്ടം കർത്താവിനെ. അവന്റെ മുന്നിൽ നിനക്കൊന്ന് അടിതെറ്റിയ പിന്നീടുള്ള കാലം നീ ഇതുപോലെ ആയിപ്പോയാ. നീ എന്നോട് കാണിക്കുന്ന ഈ കരുണ ആ വന്നവൻ നിന്നോട് കാണിക്കില്ലല്ലോ. പത്ത് 13 വയസ്സില് അറബിക്കടലിലേക്ക് എടുത്ത് ചാടി നീന്തി ഇക്കരെ പറ്റിയ ഈ ഹറാം പറന്ന ബറാമി ചെറുക്കന് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അടി തെറ്റോ എന്റെ ഇച്ഛായമ്പായി? അങ്ങനെ പറ്റാൻ പാടില്ലല്ലോ കോയ. അങ്ങനെ ഉണ്ടാവരുത്, എന്റെ കണ്ണടയുന്നവരെങ്കിലും. ഇതൊന്നും ആഘോഷിക്കാൻ നിന്റെ ആ കൊസറാക്കൊള്ളികളെ കൂട്ടി വരായിരുന്നു. കൊസറാക്കൊള്ളികൾ മാത്രമല്ല, കൂട്ടത്തിലൊരു കാരണവരും കൂടെ ഉണ്ട്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയ? ഗുഡ് ഈവനിങ്. ഞാൻ കണ്ണേട്ടനെ കാണാൻ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഡിസ്ചാർജ് ആയതല്ല, ഈ കുഞ്ഞമ്മാവൻ ഡോക്ടറെ പറഞ്ഞ് പേടിപ്പിച്ച് ഡിസ്ചാർജ് ആക്കിയതാ. ഇവനെ കൊണ്ടാണല്ലോ ഞാൻ ഇടങ്ങാറായത്. എടാ, ഇന്ന് വന്നവന്റെ കാര്യത്തിൽ എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. എന്താണെന്നറിയില്ല, ഈ കണ്ണേട്ടന്റെ മനസ്സിങ്ങനെ പറയാ, അവൻ ഇനിയും പൊങ്ങുന്നു. പൊങ്ങട്ടെ കണ്ണേട്ടാ, അവനെ പോലുള്ള പഹയന്മാര് ഇടയ്ക്കിങ്ങനെ പൊങ്ങണം. പൊങ്ങി വരുമ്പോഴല്ലേ നമുക്കൊരു ഹരമുള്ളൂ. എന്താണ്ടാ പൊടി മാറ്റിയേ? പിന്നല്ലാതെ പൊങ്ങട്ടെ, ഇങ്ങനെ പൊങ്ങിയാലല്ലേ പൊടി പാറുള്ളൂ.